വീണ്ടും വാർത്തകളിലേക്ക്. തളിക്കുളം എരനെഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഫെബ്രുവരി 8-ന് ആഘോഷിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന്റെ മുന്നോടിയായി കൊടിയേറ്റം നാളെ രാവിലെ 10 മണിക്ക് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി നിർവഹിക്കും. ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഗ്രാമപ്രദക്ഷിണം ഫെബ്രുവരി 6-ന് രാവിലെ 8:30-ക്ക് നടക്കും. ഫെബ്രുവരി 7-ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകിട്ട് 4 മണിക്ക് പ്രദർശനവും നടക്കും. ഉത്സവ ദിവസമായ ഫെബ്രുവരി 8-ന് തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് പഞ്ചാരി മേളത്തോടെ ശിവേലി എഴുന്നള്ളിപ്പ് നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന കാഴ്ച ശിവേലിയിൽ 9 ആനകൾ അണിനിരക്കും. ഗാന്ധി സമാധിയോടനുബന്ധിച്ച് ഏങ്ങടിയൂർ MI മിഷൻ ആശുപത്രിയിൽ പുഷ്പാർച്ചനയോടെ ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു. ആശുപത്രി അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിലായിരുന്നു ഗാന്ധി സ്മൃതി. മഹാത്മജിയുടെ വിവിധ ഛായാചിത്രങ്ങൾ, കത്തുകൾ, ചർക്ക, മാസിക തുടങ്ങിയവ സ്മൃതി മണ്ഡപത്തിൽ സജ്ജമാക്കിയിരുന്നു. അഹമ്മദാബാദിലെ ഗാന്ധി അക്രമവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, ആത്മകഥകളും മറ്റ് ചിന്താവിഷയങ്ങളും മണ്ഡപത്തിൽ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഏങ്ങടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV അശോകൻ ഗാന്ധി സ്മൃതി ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 25ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടത്തി. സമ്മേളനത്തോടനുബന്ധിച്ച് തൃശൂർ ടൗൺ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജു പുത്തൂർ അധ്യക്ഷത വഹിച്ചു. മുൻകാല സാരഥികളെയും ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവരും സംസാരിച്ചു. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നിറക്കൂട്ട് എന്ന പേരിൽ ചിത്രകലാ പുരസ്കാര സമർപ്പണവും സമ്മാന സമർപ്പണവും ആദരണീയം വാർഷിക പതിപ്പ് പ്രകാശനവും സംഘടിപ്പിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് EG വസന്തൻ അധ്യക്ഷനായി. TV സന്തോഷ് ബാബു, റഫീഖ് അഹമ്മദ്, ET ടൈസൺ മാസ്റ്റർ, MA വിജയൻ, സുനിൽ P മേനോൻ, KY അസീസ്, കുട്ടി കൊടുങ്ങല്ലൂർ, PH യഹിയ തുടങ്ങിയവരും സംസാരിച്ചു. വാക്കിനോടൊപ്പം ഒരുപക്ഷെ മറ്റു വാക്കുകൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ സുഹൃത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ സ്നേഹിതൻ എന്ന് പറയാം. പക്ഷെ അതൊന്നും ചങ്ങാതി എന്നുള്ള വാക്കിന്റെ ഭംഗിയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ചങ്ങായി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഈ ചങ്ങാത്തം എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന ഈ ചങ്ങാത്തത്തിൻ്റെ അതിൻ്റെ ഒരു സൗന്ദര്യം, അതിൻ്റെ ഒരു ശക്തി തിരിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ബഹുമാനപ്പെട്ട ഉദ്ഘാടകരുടെ സൂചിപ്പിച്ചതുപോലെ തന്നെ. കാരണം ഇന്ന് ചങ്ങാത്തങ്ങളെ ഇല്ലാതാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചങ്ങാത്തങ്ങൾ വേറെ തരത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ ഉള്ള സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കും വാട്സപ്പൊക്കെ പോലെയുള്ള സംഗതികൾ, അത് ദോഷങ്ങളുണ്ടായിരിക്കാം. പക്ഷേ വളരെ അത്ഭുതകരമായ രീതിയിൽ അത് ലോകത്തിന്റെ അതിരുകളെയൊക്കെ മാനിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള സൗഹൃദ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും പ്രധാന വാർത്തകൾ. കൈപ്പമംഗലത്ത് വയോധികയെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ബന്ധുവിന്റെ മകനും അയൽവാസിയുമായ 17 വയസ്സുകാരൻ പിടിയിൽ. ജനകീയ സമരങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ CPM അക്രമ നയങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. വർഗീയതയ്ക്കും ഭീകരതയ്ക്കുമെതിരെ പെരിഞ്ഞിനത്ത് KNM ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.